തേരാണേ ആഘോഷത്തേരാണേ ആരാടണതാരാണേ ആകാശ കൂടാണേ ഇതിലേ വരുന്നീ മധുചന്ദ്രികയേ ഇവരിൽ മധുരം മതിയേ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനേ ചെല്ലാതടി തമ്പ്രാന്റെ കൈയിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി അങ്ങനെ വേണം കറക്റ്റ് ആയിട്ട് പറയാൻ അല്ലേ? യെസ്. അപ്പൊ ആവേശത്തോടു കൂടി ഇന്നത്തെ അംഗം കുറിക്കാനായിട്ട് 2 ടീം അംഗങ്ങളും ഇവിടെ റെഡിയാണ്. സോ റെഡിയാണോ? റെഡിയാണോ? റെഡിയാണ്. വാക്കാന്ന് പറഞ്ഞു. ഏത് വാക്കാന്ന് പറഞ്ഞില്ല. ആ വാക്ക് പല വാക്കുകളും ഉണ്ടായിരിക്കും. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങനെ ഒരാളെ എന്തും പറയും. എന്റെ അമ്മയുടെ വീട് കൊടുങ്ങല്ലൂരാ. കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് പറയണം? അവസാനം കൗണ്ടറില്ലാണ്ട് വരുമ്പോ പൊക്കോ പൊക്കോ എന്ന് പറയരുത്. കൗണ്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്കാണല്ലോ നമ്മൾ പോണത്. ഐശ്വര്യമായിട്ട് ബ്രാൻഡിങ് പറയുന്നതിന് മുമ്പ് ബ്രാൻഡി പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ പറഞ്ഞേക്ക്. എനിക്ക് വോഡ്ക മതി. ബ്രാൻഡി എനിക്ക് മതി. എക്സ്ക്യൂസ് മീ. പോലീസ് പിടിക്കും ഓദിക്കും മനസ്സിലായി. പരിപാടിയിലേക്ക് ലക്ഷങ്ങൾ തരുന്ന ബ്രാൻഡിങ്. ഞാനൊന്ന് ഒരു വിസിലടിച്ച് തുടങ്ങിക്കോട്ടെ. ഓക്കെ, സോ ഹിയർ വി സ്റ്റാർട്ട്. ദിസ് ഈസ് സ്റ്റാർ മാജിക്. അയ്യേ അതെന്നാ വീല കായ ഉടക്കിയിട്ട് കാറ്റ് മാത്രമേ പുറത്തു വന്നുള്ളൂ. കറക്റ്റായിട്ടൊന്നുകൂടെ ഒതുക്കി. ചേട്ടാന്റെ ലിപ്സ്റ്റിക് അതിൽ അതാണ് പ്രശ്നമായിരുന്നു. നിങ്ങൾ ലിപ്സ്റ്റിക് ഇടാത്ത ആരെങ്കിലും ലിപ്സ്റ്റിക് ഇട്ട ബിസിൽ ആദ്യമായിട്ട് കാണണം. ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാവരും നന്നായിട്ടുണ്ട്. ഈ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോ ചില കൗണ്ടേഴ്സും നമ്മൾ ഇവിടെ ബാൻ ചെയ്യാണ് കേട്ടോ. കയ്യിലും ഒരു ബോൾ വയറ്റിലും ബോൾ എന്നുള്ളത് ആരും പറയാൻ പാടില്ല. ഞാൻ പൊക്കോട്ടെ. എന്ത് പറ്റി? ഞാൻ ഈ 2 കോമഡി അടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ അത് ഞാൻ ഇങ്ങനെ അടിച്ചിങ്ങനെ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഉല്ലാസിനെ ഒന്ന് അനുകരിക്കുകയാണ്. അയ്യോ ആ ബോള് വെക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ചേട്ടൻ വെറുതെ അടിമാലി എന്നെ അനുകരിച്ചപ്പോ അടിമാലിയുടെ അവസ്ഥ എന്താന്ന് അടിമാലി മനസ്സിലാക്കി. അഭിമാനം കൊള്ളണം. അതെ പിന്നല്ലേ പൊളിച്ച്. ഇതാണോ കൂട്ടായ്മ കോമഡി? അതായത് ഇതാണ് ഒരു കൂട്ടായ്മയുടെ വിജയമാണിത്. ആ കുട്ടിക്ക് സഹിച്ചില്ല, അവൻ കരയണു. സഹിക്കാൻ പറ്റുന്നത്. ശരി, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഫുട്ബോൾ കളിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഫുട്ബോൾ അത് അറിയാൻ പാടില്ലത്. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. കുറവാ. ഒന്നാമത് അപ്പൂപ്പൻ ഗുളിക കഴിച്ചോന്ന് ശ്രദ്ധിക്കണം. പശുവിന് പുല്ല് കൊടുത്തോന്ന് ശ്രദ്ധിക്കണം. പിള്ളേരെ സ്കൂളിൽ വിട്ടോന്ന് ശ്രദ്ധിക്കണം. അമ്മച്ച് കഞ്ഞി കുടിച്ചോന്ന് ശ്രദ്ധിക്കണം. എന്റെ കൊച്ചെ ഫുട്ബോൾ കളിയിൽ ശ്രദ്ധിക്കേണ്ടത് ഫുട്ബോൾ അല്ലാതെ വേറെ എന്താണ്? ഫുട്ബോൾ ശ്രദ്ധിക്കണം. ബോളിന്റെ പുറകെ ഓടണം, അത്ര തന്നെ. ഫുട്ബോളാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഉള്ള ഫുട്ബോൾ ആദ്യം കുറയ്ക്കണം. പറഞ്ഞതെന്താ? വയറിനുള്ളില് വേറൊരു ബോൾ ഉണ്ടെന്നുള്ള കൗണ്ടർ പറയാൻ പാടില്ല. ഫുട്ബോൾ കുറയ്ക്കണം. ദാറ്റ് ഈസ് അനദർ ഫ്രേസ്. ഞാൻ ശ്വാസം പിടിച്ച് മടുത്തു കേട്ടോ. ഇനി അടുത്തത് ഈ വക്ക വക്ക എന്ന് പറയുമ്പോ വക്ക വക്കയുടെ മീനിങ് എന്താ? വക്ക വക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, അറിയുമെങ്കിൽ ലാസ്റ്റ് പറഞ്ഞാ മതി. വക്ക എന്ന് പറഞ്ഞ സൈഡ്, അറ്റം, എഡ്ജ്. ആരാ പറയാ? അനുവിനറിയാത്. അല്ല നിനക്കറിയാലോ, നീ പെരുമ്പാവൂരല്ലേ? പെരുമ്പാവൂര് എന്തോ കഴിക്കണ സാധനോ? തിന്നണ സാധനം കഴിക്കണ സാധനം അല്ലേ? കക്ക കക്കന്ന് പറഞ്ഞ പോലെ. ഞാൻ പറയാം. അനു കേട്ടിട്ടില്ലേ? മറ്റേ ഷക്കീലന്റെ പാട്ടാണത്. ആ പാട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം വെൽക്കം എന്നാണ്. അതുമല്ല ഓഡിയൻസിന് അറിയോ? വക്ക വക്ക അറിയില്ലല്ലേ? പക്കയായിട്ട് അങ്ങോട്ട് പറ. ഞാൻ പറ. പോക്കറ്റ് എവിടെ?
സിസ്റ്റർ ദീപശിക സിഗരറ്റ് എത്തിക്കണേ ദീപശിക അതാണോ സിഗരറ്റ് കടിഞ്ചായ തിളപ്പിക്കണത് 4 മണിക്ക് അതെ തലയില് ഫയർ കാൻഡിലോ ഫയർ ആ തീപ്പന്തം ദീപശിക അതാണ് ഉദ്ദേശിക്കണേ ഈ നാളം ബേൺ നാളം തീയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്ന് പറയണ കേട്ടോ. വരുന്നതിന് മുമ്പ് ഗൂഗിളിലൊക്കെ രണ്ടുപേരും പറഞ്ഞു തീന്നാണ് വക്ക വക്ക പിന്നെ ഇങ്ങനെ കാണിച്ച പിന്നെ എല്ലാവർക്കും മനസ്സിലായി. ഈ അറിവും വെച്ചോണ്ട് ബലൂൺ പൊട്ടിക്കാനല്ലേ? വക്ക വക്ക വെച്ചൊരു പാട്ടുണ്ട്. തീ എന്നാ പറഞ്ഞ മുത്തി. ജിഷിൻ ചേട്ടൻ മെസ്സി ആണെങ്കിൽ അനു ആരായിരിക്കും? ഞാൻ മെസ്സിയുടെ അനിയത്തി സൂസി. അതാണ് പറഞ്ഞു വിടുന്നത്. കിട്ടിക്കോളും ഒരു നിലവാരമില്ലാത്ത സൈസ് കോമഡി ഒക്കെ നിലവാരം ഒന്ന് കയറ്റിയാട്ടെ. അതായത് നിലവാരം കയറ്റി സിസർ കട്ട് ഉണ്ടോ? അല്ല ബിനിച്ചേട്ടന് ഫുട്ബോൾ കളിക്കാൻ എനിക്കറിയാം. ഇവര് അടിമാലിയിൽ ഒരു ക്ലബ്ബ് ഉണ്ട്, ഫുട്ബോൾ കളിക്കാൻ പോകുന്നതാണ്. പക്ഷെ സിസ്റ്റർ കട്ട് അടിക്കുമെന്ന് നമ്മൾ അറിയാം. ഈ ബോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, ഈ ബോളിൽ തൊടാതെ ഞാൻ സിസർ കട്ട് അടിക്കാൻ കാണിക്കണം. ഞാൻ ബോളിൽ തൊടില്ല. ചേട്ടാ എന്താ കോമഡി? ഞാൻ പറഞ്ഞത് എന്താണ് ചേട്ടാ? സിസർ കട്ട് എന്ന് പറഞ്ഞത് സിസർ 2 കഷ്ണാക്കിയിട്ടായിരുന്നു. ഇതിനകത്ത് തൊടില്ല എന്ന് പറഞ്ഞില്ല, തൊട്ടോ? ശരിക്കും ഞാൻ കളിക്കാറുണ്ട്. ഫുട്ബോളിൽ എന്റെയൊക്കെ അടുത്ത് ഫുട്ബോളിലെ കാലം എന്ന് തന്നെ വിളിക്കുന്നത്. നീ മൊത്തത്തിലെ കാലം, ഞങ്ങളുടെ എല്ലാ കാലല്ല കാലം, ഞങ്ങളുടെ ഒക്കെ കാലം. എനിക്ക് ക്രിക്കറ്റിനേക്കാൾ ഇഷ്ടം ഫുട്ബോളാണ് ചേച്ചി. ഇപ്പൊ ഫീമെയിൽ ഫുട്ബോൾ ടീമിലുണ്ട് ട്രിവാൻഡ്രത്ത്. ഞാനാണ് അതിന്റെ ക്യാപ്റ്റൻ. ഇപ്പൊ നടക്കണ കളി ഏതാ? മുഖത്ത് അറിവ് കിടന്ന് തുമ്പുന്നുണ്ട്. നമ്മളൊക്കെ ലൈക്ക് പാട്ട് പാടാൻ അങ്ങനെയൊക്കെ പോവാൻ, പക്ഷെ ഇത് കഴിഞ്ഞ് ജിമ്മിലും പോകും, ഫുട്ബോൾ കളിക്കാൻ പോകും. അവർക്ക് ടീം തന്നെ ഉണ്ട് അവിടെ. ഈ ഒരു മണ്ട വന്ന് പറയല്ലേ വേൾഡ് കപ്പാന്ന് അങ്ങോട്ട് നിൽക്കുന്നത്. അതല്ല പിന്നെ ഏതാണ്? അതല്ലെങ്കിൽ പിന്നെ ഏതാണ്? അമേരിക്കൻ കോപ്പ്. ഫുട്ബോൾ പ്ലെയർ. അമേരിക്കൻ കോപ്പ്. ശരി, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഒരു ഗസ്റ്റ് അല്ല 2 ഗസ്റ്റിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഒരു വിസിലടിയോടുകൂടി നമുക്ക് വെൽക്കം ചെയ്യാം. ഒന്ന് ഇടുക്കിയുടെ സ്വന്തം നമ്മുടെ ജാഫർ ഖാൻ. ഒപ്പം ഇവിടെ വന്ന്, അതായത് നമ്മുടെ സ്കൂൾ റീഓപ്പണിംഗ് ഡേയില് കുട്ടികൾ ചെറിയ കുട്ടികളായിട്ട് കരഞ്ഞു വന്നപ്പോ വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ഒരു ടീച്ചറായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായി. ആ കുട്ടികൾ ഇപ്പൊ വളർന്ന് പന്തലിച്ച് വലുതായി അവരുടെ ആ ഒരു വളർച്ച കാണാൻ. അതെ, വിൻസി ഇതാ വീണ്ടും എത്തുകയാണ് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ. സോ ഒരു വലിയ കൈയോടുകൂടി നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ജാഫർ ഖാൻ ആൻഡ് വിൻസി അലോഷ്യസ്. ആഘോഷത്തേരാണേ ആരാടണ ആകാശ കൂടാണേ ഇതിലേ വരും മധുരം മതിയേ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനേ ചെല്ലാതടി തമ്പ്രാന്റെ കയ്യിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി. മാത്രം ഇഷ്ടമുള്ളൂ. അല്ല, ഞാൻ വേറൊരു സ്റ്റെപ്പ് ഇടാൻ നിർത്തിപ്പോയി. ഈ കൊച്ചും കാണിച്ചു തന്നു, വിൻസിയും കാണിച്ചു തന്നപ്പോ എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോയി. എന്നാ കൈ നിട്ടൊരു സ്റ്റെപ്പ് കാണിക്കൂ. കൈ നിട്ട സ്റ്റെപ്പ് കാലം കൊണ്ടല്ലേ സ്റ്റെപ്പ് ഇടാൻ പറ്റുമോ? ഇത് സ്റ്റാർ മാജിക് അല്ലേ, നമ്മൾ തല തിരിച്ച് പറയട്ടെ. ജാഫർ ഖാൻ, വെൽക്കം ടു സ്റ്റാർ മാജിക് ആൻഡ് വിൻസി വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് പൊളിക്കല്ലേ നമ്മള്? അല്ല, ജാഫർക്ക് ഒരു സെൽഫ് ഗോൾ അടിച്ചിട്ടുണ്ടെന്നുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് ഒരിടത്തൊരു പോസ്റ്റ്മാൻ. അത് വലിയ കഥയൊന്നും അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പന്ത് കളിക്കുന്ന ഇന്നസെന്റ് ഏട്ടനും മറ്റേ ചാക്കോച്ചനും കൂടെ കൂടി ക്ലബ്ബ് ഇങ്ങനെ നടത്തുന്നു. അങ്ങനെ ആ ക്ലബ്ബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിനകത്തൊരു കളിക്കാരനാണ്. അപ്പം നമ്മൾ തടയാൻ നിൽക്കൂല, നമ്മളിങ്ങനെ തടയണു, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പം അവര് വന്ന് തട്ടിപ്പറിക്കുന്നൊക്കെ ചെയ്യണു. ഒന്നും നോക്കിയാൽ ഒറ്റ അടി അങ്ങോട്ട് വെച്ച് കൊടുത്തു. എന്ത് പരിപാടിയാണ് ചില കുറേ നേരം അവന്മാരെ ഈ ഓടടിക്കോടി അവന്മാരെ അടിച്ചില്ല, അതുകൊണ്ട് ഞാൻ കയറി അടിച്ചായിരുന്നു. ജാഫർക്കയുടെ സെൽഫ് ഗോൾ അടിച്ചിട്ടുള്ള കഥ എങ്ങനെയാണ്? ലൈക് സ്പോർട്സിൽ താല്പര്യം ഉണ്ടോ, ഇഷ്ടമാണോ? ഇഷ്ടമൊക്കെ തന്നെയാണ്. ശരി, എന്തെങ്കിലും മെഡൽ വെച്ച് നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ടോ അല്ലെങ്കിൽ ഫുട്ബോൾ വീട്ടിൽ കളിച്ചിട്ടോ തല്ലി തകർക്ക് എന്തെങ്കിലും ചെയ്തു? ചെറുപ്പത്തിൽ നമ്മൾ കളിക്കാറൊക്കെ ഉണ്ട്. ചാവക്കാട് ഏരിയയിലൊക്കെ ഭയങ്കര മെസ്സിക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കുന്നു, അവര് ജേഴ്സി ഇട്ടിട്ട് നടക്കുന്നു. അങ്ങനെ പിന്നെ അപ്പച്ചനാണ് ഏറ്റവും വലിയ ടെൻഷൻ.
ആണോ അതോ എന്നുവെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഇപ്പൊ വരുന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. അപ്പൊ നമുക്കും ഒരു ആവശ്യം ഇതിനും മാത്രം എന്താന്നുള്ളതൊക്കെ എന്ത് സംഭവിക്കും. ഞാൻ അങ്ങനെ ഫുട്ബോളൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ അവരുടെ ആ ഒരു ക്രേസ് കാണുമ്പോൾ നമുക്കൊന്ന് ഇരുന്ന് മുഴുവനൊന്ന് കാണണം. ഞങ്ങളെയും കൂടെ ഉറക്കാൻ സമ്മതിക്കാറില്ല. ശരി, അങ്ങനെ സ്റ്റാർ മാജിക്കിൽ നിന്ന് ഇവര് രണ്ടുപേരും ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ഗോൾ അടിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എവിടേക്ക് അടിക്കണ്ടേ? എങ്ങനെ അടിക്കണം? എപ്പിസോഡിലും പോസ്റ്റാ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ചിയർ ഗേൾസ് തരുമോ? പോസ്റ്റിന്റെ ഉള്ളിലാണോ ഗോൾ കേൾക്കുന്നത്? റെഡി. മൊത്തം ഉപയോഗിക്കാമല്ലോ. ആ മൊത്തം ഉപയോഗിക്കാം. എല്ലാം ഉപയോഗിക്കും. അടിച്ചോ, അടിച്ചോ. 3 പോസ്റ്റ് അനങ്ങരുത്. ഒന്നും പറ്റില്ല. ഷൂട്ട് നടക്കണം, ഷൂട്ട് ചുമ്മാ കാണിക്കണ ചേട്ടാ ചെരുപ്പ്. എന്റെ കൂടെ അല്ലേ? ബോള് പോയി ക്യാമറമാന്റെ തലയിലടിച്ച്. അടിപൊളി അടിപൊളി. നൈസ് നൈസ് നൈസ്. അപ്പൊ ഈ ഒരു ഉദ്ഘാടന കർമ്മത്തോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ വിൻസി ഒരു പാട്ടും കൂടെ ആയിട്ട് നമുക്ക് അത് നല്ലൊരു കാര്യം. ഗോൾ കഴിഞ്ഞാൽ ഊണ് കഴിഞ്ഞാൽ ഒരു പഴം കഴിക്കണം പറഞ്ഞാൽ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു പാട്ട്. ജാഫ്രിക്ക, നമുക്ക് ഒരുമിച്ച് ഒരെണ്ണം തുടങ്ങിയാലോ? ഏതാന്ന് പറ കൊച്ചു പറ. ഈ പരിപാടിക്ക് വരുമ്പോ ഒരു കാര്യം പറയാം. സ്റ്റാർ മാജിക്കിന് ഒരു പ്രാവശ്യം വന്നുള്ളൂ. വന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് അവരൊക്കെ കാണുന്ന പരിപാടി അവരോട് ചോദിച്ചൊരൊറ്റ കൊച്ചിൻ്റെ ഈ അനു വരുമ്പോ ഒന്ന് വിളിക്കണം എന്ന്. സത്യം, അന്ന് അനു ഇല്ലായിരുന്നു. എന്റെ കുടുംബത്തിന് ഇഷ്ടം, ഈ കൊച്ചിനെ ഇഷ്ടം. നിങ്ങൾ ഇഷ്ടമുള്ളതെന്നല്ല, ഇഷ്ടമല്ലാതെ ഒരു സഹതാപം, ഒരു അസുഖമുള്ള കുട്ടിയോടുള്ള ഒരു സഹതാപം. ശരി, എന്റെ കുടുംബത്തിന് ഇഷ്ടം. അത് മതിയല്ലോ അനു. നമുക്ക് ഇഷ്ടം വലിയ കാര്യല്ലേ. നമുക്ക് പാട്ടിലേക്ക് ഏത് സോങ്ങാ പാടുക? ജാഫ്രിക്ക, അപ്പൊ ഏത് പാട്ടാ? പാട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. സ്റ്റേജ് കാണുമ്പം നമ്മളോടൊരു പാട്ട് പെട്ടെന്ന് അടിച്ചുപൊളി പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജാവ് കലാഭവമണിയുടെ കലാഭവൻ. അപ്പം ഇത്തവണത്തെ സ്മൃതി പുരസ്കാരം കലാഭവമണിയുടെ 18 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം എനിക്കാണ്. ജാസി ഗിഫ്റ്റിനും മറ്റേ നഞ്ചിയമ്മയ്ക്കും ഒക്കെയാണ് ഇത്തവണ അവാർഡ് കിട്ടിയത്. കിട്ടിയിട്ടൊരു അപ്പം ഇപ്പം ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ്. അപ്പൊ ഓർമ്മ വന്നപ്പോ ആ പാട്ടങ്ങ് തുടങ്ങാം. മതി, ഞാൻ തുടങ്ങി വെക്കാം. എനിക്ക് മൊത്തം അറിയത്തില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം. എല്ലാവർക്കും കൂടെ പാടാനാണെങ്കിൽ കണ്ണൂർ കലാഭവമണിക്ക് കഴിവെടുത്തേ. അപ്പൊ പാട്ട് തുടങ്ങാം. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ പുന്നാരേ മാമ്പഴമാവട്ടെന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന് എന്റെ പുന്നാരേ മാമ്പഴമാകട്ടെന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ പുന്നാരേ മാമ്പഴമാകട്ടെന്ന്. വെള്ളേമേ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നു. വെള്ളേമേ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നു. മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ പുന്നാരേ മാമ്പഴമാകട്ടെന്ന്. കോളേജിൽ പോകുമ്പോൾ പലമുഖം കാണുമ്പോ എന്നെയും ഓർത്തിടണേ എന്റെ പുന്നാരേ, എന്നെയും ഓർത്തിടണേ.
വഴിയിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ എന്റെ പുന്നാരെ എന്നെയും ഓർത്തിടണേ ഇന്നലെ നീയിട്ട മഞ്ഞ ചുരിദാറ് ആരുടെ കാശാണടി എന്റെ പുന്നാരെ ആരുടെ കാശാണടി ഇന്നലെ നീയിട്ട മഞ്ഞ ചുരിദാറ് ആരുടെ കാശാണടി എന്റെ പുന്നാരെ ആരുടെ കാശാണടി തേനിൽ കുളിച്ചാലും പാലിൽ കുളിച്ചാലും കാക്ക വെളുക്കില്ലടി എന്റെ പുന്നാരെ കാക്ക വെളുക്കില്ലടി കണ്ണിമാപ്പായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന് എത്ര വർഷം കഴിഞ്ഞാലും നമ്മള് മലയാളികൾ മാനം കാത്തിട്ട സത്യം പറയാം. ഞാൻ ഈ പാട്ട് ശരിക്കും പാടാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ബിനുവാടിമാലയുടെ ഒരു ഗ്യാരണ്ടിയിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിനുവിനൊക്കെ എല്ലാ പാട്ടും അറിയാം. ഞാൻ ഈ നാലിലെയും പഠിച്ചു വയ്ക്കുള്ളൂ. എനിക്ക് ഭയങ്കര പാടാ പഠിക്കാനുണ്ട്. കാത്ത് രക്ഷിച്ചതിന് നന്ദി. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലക്കാരനെ നമ്മള് അല്ലേ. അത് മാത്രല്ല എത്ര വർഷം കഴിഞ്ഞാലും എല്ലാ മലയാളികളും ഒരേ സ്വരത്തിൽ പറയും മണിച്ചേട്ടാ വി മിസ് യു എന്നുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. എന്റെ ഒരു വിരുത്തം വേണ്ടല്ലേ? ഇപ്പൊ വേണ്ട, ഈ ഘടകവിരുദ്ധമായതുകൊണ്ട് അവിടെ നിൽക്കുക. അതെ. അപ്പളേ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഈ ഒരു വൈബോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഏത് ടീം എടുക്കണം? അതായത് ജാഫർക്കയ്ക്ക് ഒരു ടീം സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ വിൻസിക്ക് ഒരു ടീം സെലക്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഈ ടീം സെലക്ട് ചെയ്തിട്ട് ഇവര് ജയിക്കുന്നു പറഞ്ഞിട്ട് ഇവര് പൊട്ടി. അപ്പം നമ്മള് മാറ്റി പറയുന്ന പ്രശ്നമില്ല, ഇപ്പോഴും പൊട്ടരുത്. മാക്സിമം ശ്രമിക്കും. അത് ഏത് ടൈപ്പ് എടുത്താലും കുഴപ്പമില്ല. നമ്മള് ഒരു ടീമായിട്ട് നിൽപ്പില്ലേ, ഫിൻസിങ് ഗ്രൂപ്പും ശക്തിശാലികളെ ഒന്നും നോക്കുന്നില്ല. ഞങ്ങളിങ്ങനെ ഒരു ശാലിയും ഒരു ശാലിയും. ശാലിയല്ല, ശല്യമാണ് ഇതൊക്കെ. അപ്പോ ജാഫർക്കാസ് ടീം വേഴ്സസ് വിൻസീസ് ടീമാണ്. ഒരു വലിയ കൈയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഹോട്ട് സീറ്റ് ഇസ് റെഡി. സോ വൺസ് അഗൈൻ ലെറ്റ്സ് ഇൻവൈറ്റ് ജാഫർക്ക ആൻഡ് വിൻസി അലോഷ്യസ് ടു സ്റ്റാർട്ട് മാജിക്. പ്ലീസ്. രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഗെയിമിലേക്കാണ് നമ്മൾ പോണത്. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തപ്പിയതിന് ശേഷം എത്ര ഫീഡ്ബാക്സ് ആയിരുന്നെന്നറിയോ? ബിനുച്ചേട്ടന്റെയും ഉല്ലാസേട്ടന്റെയും എല്ലാവരുടെയും ഗെയിം കണ്ട് എല്ലാവരും ചിരിച്ച് ലാസ്റ്റ് മണ്ണ് തപ്പിപ്പോയി എന്നൊക്കെയാണ് കമന്റ്. സത്യം. അപ്പോ നമ്മളിതാ ഒരു റീലോഡഡ് വേർഷൻ ആണ്. മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് തട്ടിപ്പൊടി കട്ടിപ്പൊടി. ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട്. അതെ ഗെയിം വിട്ടുപ്പൊടി തട്ടുപ്പൊടി അതായിരുന്നു ഗെയിമിന്റെ പേര്. ഓർമ്മയില്ലേ? ഇങ്ങനെ സെയിം ഗെയിം റീലോഡഡ് വേർഷൻ 2. ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. രണ്ട് ടീമിൽ നിന്നും ഓരോ മെമ്പേഴ്സ് ലൈക്ക് ഇങ്ങനെ വന്ന് അവരുടെ ഷോൾഡർ ടു ഷോൾഡർ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ വോളിബോൾ കളിക്കുന്ന പോലെ കൈ ആയിരിക്കും യൂസ് ചെയ്യുക. ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ അന്ന് പറഞ്ഞില്ലേ ഫാൻ ബോയ്, ആ ഫാൻ ബോയ് അല്ലാണ്ട് ആ പുള്ളി എനിക്ക് വേറൊരു പാട്ട് പഠിപ്പിച്ചു തന്നു. എനിക്ക് അയച്ചു തന്നു ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് ഉൾപ്പെടെ. ചേച്ചി നല്ല പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ കഴിച്ചോട്ടെ, നീ നിനക്ക് അയച്ചു തന്നെ പാട്ട് നീ റൂം എടുത്ത് കേട്ടപ്പോ ഞങ്ങളെ കേൾപ്പിക്കുന്നത് ചേച്ചിക്കല്ലേ കേൾപ്പിച്ചു കൊടുക്കുന്ന പാട്ടുകൾ നിന്നെ കൊണ്ട് പാടിപ്പിച്ച് പ്രേക്ഷകർ നിന്നെ കൊല്ലാനാണ് ആരോ ചെയ്യണ പണിയാണിത്. ഇഷ്ടപ്പെട്ടു ഔട്ട് കംപ്ലീറ്റ്ലി. നീ പാടിക്കേ കേക്കട്ടെ. സതീശന്റെ മോളല്ലേടി നിന്നെ ഞാൻ സുസുല് കണ്ടതല്ലേ. സ്വന്തം അപ്പനെ വിളിക്കണ ആദ്യമായിട്ട് കാണണേ. പിള്ളേരെ സതീശന്റെ മോളല്ലേടി നിന്നെ ഞാൻ സുസുല് കണ്ടതല്ലേ. സതീശന്റെ മോളല്ലേടി നിന്നെ ഞാൻ സുസുല് കണ്ടതല്ലേ. ബാക്കി കരിപ്പട്ടിയുടെ മണമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചേലാടി. കരിപ്പട്ടിയുടെ മണമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചേലാടി. മോളല്ലേടി നിന്നെ കാണാൻ സുസുല് കണ്ടതല്ലേ. ഒരു ചെറിയ തിരുത്തുണ്ട്. കരിപ്പട്ടിയുടെ മാറ്റിട്ട് മരപ്പട്ടി മണമല്ലേ.
ചേട്ടന് ഇതൊക്കെ എന്തിനാ പറയാ? പറ്റമണമെന്നും തിരുത്തി വായിക്കാവുന്നതാണ്. ഓരോ സമയം കൂടുമ്പോ വയറ് പൊന്തി വരണല്ലേ? നല്ല പാട്ട്. ടീമിന്റെ മൂലംകുഴി. എന്റെ മൂലം കൂടി ഇങ്ങനത്തെ പാട്ട് എഴുതൂല. ശരിക്കും ഫാൻ ബോയ് ആണോ അതോ പാൽ ബോയ് ആണോ? നിങ്ങളുടെ വീട്ടിൽ പാൽ കൊണ്ടിരുന്ന ബോയ് ആണോ? ഫാൻ ബോയ്. ഓക്കെ. ഇനി പിന്നെ പത്രം ബോയ് ഉണ്ട്. ഈ അനു പറഞ്ഞില്ലേ എൻ്റെ വീട്ടില് വൈഫ് തിരക്കി അനു എന്ന് പറഞ്ഞ കൊച്ചുണ്ടായിരുന്നു എന്ന് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇക്ക ശരിക്കൊന്ന് ഓർത്ത് നോക്കി. അനുന്നാണോ പറഞ്ഞ ബിനു എന്നാണോ? രണ്ടിലും അല്ല ബിനുവിനെ അറിയാലോ, ബിനു വീട്ടിലാണുള്ളൂ. പിന്നെ അറിയാം. അപ്പൊ അനു ഈ പാട്ട് പാടുമ്പോഴൊക്കെ ഈ സതീശനെ കുറിച്ച് പാടുമ്പോ ഇതിനെ വാറ്റ് കുടുംബമാണോ? അല്ല ഇവര് എനിക്കും സംശയം. വെറുതെ പാടിയാലും കരിപ്പട്ടിയും വരും സതീശനും വരും. പിടിച്ചല്ലോ ഫോമായല്ലോ എന്ന് ചോദിച്ചാല് ശർക്കര ഉണ്ടാക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സൈഡായിട്ട് ചേട്ടൻ ആരും ചെയ്യാത്തൊരു കാര്യം ഞാൻ ഇവിടെ ചെയ്യും. ചേട്ടന്റെ സൗണ്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും. പറഞ്ഞോ. വൈഫിന് വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആ സ്നേഹം അങ്ങ് പോകും. മലപ്പുറത്ത് ഉദ്ഘാടനത്തിന് പോയപ്പോ ഇവിടെ സൗണ്ട് എടുത്ത് അവിടെ നാട്ടുകാർ മൊത്തം ഭയ കൈയടിയായിരുന്നു. ഇതൊക്കെ കണ്ടോണ്ടിരിക്കണ പരിപാടി ഇനി ഒരു ഓഡിയൻസിനെ കിടന്ന് കുറപ്പിക്കാൻ. ഞാനിപ്പോ നമ്മുടെ ജാഫർ ഇക്കയുടെ സൗണ്ടാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇക്കയുടെ വൈഫായ സിമി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ക്ഷമിക്കാനൊന്നും പറ്റില്ല. ക്ഷമിക്കൊന്നുമില്ല. ആരും ട്രോളരുത്. എല്ലാം ശരിയായി പോയാലോ? ആർമാജിക്കലെ കോട്ടൻ നസീർക്കെ നിക്കണേ. പിന്നെ ഒരുപാട് സാധനമുണ്ട്. ഇക്ക കേട്ടിട്ടില്ലല്ലേ? ടോണി ലെവൽ കൂട്ടിത്താ. കാവ്യമാധവനൊക്കെ എടുക്കണ കണ്ടിട്ടുണ്ടല്ലോ. ദിലീപേട്ടൻ ഇവിടെ വന്ന് അടിക്കായിരുന്നു. അല്ല കൈയടിക്കുക പ്രോത്സാഹിപ്പിക്കായിരുന്നു. ആരും ഒന്നും സംസാരിക്കില്ല. അതിന് സംസാരിക്കുമ്പോൾ ഇക്കയുടെ ചുണ്ടത്തേക്ക് നോക്കണം. ഇല്ലെങ്കിൽ ആരത് സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അങ്ങനെ സാധനം ഉണ്ട് അല്ലേ? മോനെ മകേഷേ ആ കൊരനാളിലും ഞെക്കി കൊടുക്കടാ. മോനെ മകേഷേ നീയും വെറുതെ ആണോ? ആ മുടി ഫ്രണ്ടിലേക്ക് ഇല്ലാത്തോണ്ടായിരുന്നു. പെട്ടെന്ന് പുറത്ത് പോയത് ചെയ്തിട്ട് വരുമോ? മോനെ മകേഷേ നീയും എൻ്റെ മോള് സൗമ്യമായിട്ടുള്ള ഡിങ്കോഫ്ലി എല്ലാവർക്കും അറിയാവുന്നതാ, നാട്ടുകാർക്കും അറിയാം. പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ. ശരിയാവുന്നില്ല. ശരിക്കും ഞാൻ നന്നായിട്ട് ഇതെങ്ങനെ സാധിക്കുന്നടി? അവള് ചെയ്തായിരുന്നു. അല്ല ഞാൻ ഇനി ഈ പറഞ്ഞ എന്റെ ഭാര്യയോട് എന്ത് സമാനം പറയും? എന്നാണ് എനിക്ക് നന്നായിട്ട് ചെയ്യുന്നതാ. ചെയ്തു അവള് ചെയ്തോണ്ടിരിക്ക. കാവ്യമാധവൻ MS തൃപ്പൂണിത്തറ. ഒന്നുകൂടെ പറഞ്ഞിട്ട് അതെന്നതാ? ചായയുടെ കൂടെ ഒരു കരട് പോയി, അത് കളയാ. മോനെ മകേഷേ നീയും എന്റെ മോളും സൗമ്യയും. ആറന്മുള പൊന്നമ്മേനെ എടുക്കാനല്ല പറഞ്ഞേ, ആഫ്രിക്കാനെ എടുക്കാനാ പറഞ്ഞേ. അയ്യടക്ക് എന്നെ പരിപാടിയാണത്. ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞേ എന്നാന്നേ എന്നെ പരിപാടിയത്. ട്രൈ അല്ലേ? കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തു കേട്ടോ. ഞാൻ ഒരാളെ കാണിക്കും, പറയണേ. പട്ടച്ചാല വിട്ട് കൊട്ടാരം നശിപ്പിച്ചു. കരിപ്പടി സതീശൻ. സുമേഷ് നല്ല രീതിയിൽ ഇക്കാൻ അനുകരിക്കും കേട്ടോ. ഇല്ല, ഒരു സ്റ്റേജിൽ വെച്ച് അനുകരിച്ചിട്ട് അതിന്റെ കേസ് പാലാരിവട്ട സ്റ്റേഷനിൽ വെച്ചാൽ തീർക്കാൻ. ഞാൻ അന്നേരം ഒരു കോമഡിക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇക്ക തൂവല് ചെവിയിടുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവുമല്ലോ. നമ്മൾ എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു മൂളലും ഇറങ്ങല, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതും ചെയ്ത് കാണട്ടെ. ആ തൂവല് എന്നാ സുഖാടാ, എനിക്ക് പറ്റൂല. എനിക്ക് അടിപൊളി.
അടിപൊളി. വെരി നൈസ്, അടിപൊളിയായിട്ട്. ഇത് പറഞ്ഞാട്ടാ സാധനം പൊളിഞ്ഞെന്ന്. നിങ്ങളിതിപ്പോ എന്തിനാ ചെയ്യാൻ പോയത്? ഞാൻ സാധനം ചെയ്തു മുകളിൽ വെച്ചിരിക്കുകയായിരുന്നു. മീൻകറി വെച്ചേക്കണ പിന്നെ ചെയ്തൂടെ അടുത്ത എപ്പിസോഡില്? സതീശല്ലേ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ജാഫർക്കാണ് ചെയ്തില്ല. അത് ഞാൻ പറഞ്ഞു മേളില് പെരപ്പുറത്ത് വെച്ചേക്കുവാന്നോ. അല്ല ഉറിയാലേ മീൻകറി ചെയ്ത് ഉണ്ടാക്കി എരുവിനടി അടിച്ചേ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അപ്പൊ എന്തായാലും നമ്മളിനി ഗെയിമിലേക്ക് ബാക്ക് ടു അവർ ട്രാക്ക്. തട്ടിപ്പൊടി വിട്ടുപ്പൊടി. അപ്പൊ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞത്. നമ്മളിത് കളിച്ചിട്ടുള്ള ഗെയിം തന്നെ ഷോൾഡർ ടു ഷോൾഡർ, രണ്ട് ടീമിൽ ഓരോ മെമ്പേഴ്സ് വന്ന് നിൽക്കുന്നു. കൈകൊണ്ടായിരിക്കും വോളിബോൾ കളിക്കുന്ന പോലെ ഏറ്റവും ആദ്യം സ്വന്തം കോർട്ടിലേക്ക് ആ ഒരു ലൈക്ക് ബോൾ എടുക്കുക, ഡയസ് എടുക്കുക. എടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ടായിരിക്കും ടോട്ടൽ നമ്മൾ കാലെല്ലാം യൂസ് ചെയ്യുക. ഫുൾ കൈ വെച്ചിട്ട് നമ്മൾ ത്രോ ചെയ്തിട്ട് ഗെയിം കളിക്കുക, കോർട്ടിലേക്ക് അടിക്കുക, ലൈക്ക് ഗോൾ അടിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. വിട്ടുപ്പൊടി തട്ടിപ്പൊടി. വിജയിച്ച ഇപ്രാവശ്യം തോക്കരുത്, നാണം കെടുത്തരുത്. അഭിമാന പ്രശ്നം ഒരു ഇതില് നിങ്ങൾ ജയിച്ച എന്റെ വക ഒരു സാധനം ഉണ്ട്. അല്ല, നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ വിൻസിയുടെ വക, വിൻസിയുടെ ഗ്രൂപ്പ് ജയിച്ചിട്ടുണ്ടെങ്കിൽ വിൻസിയുടെ വക ഒരു ബെസ്റ്റ് പ്ലെയർക്ക് ഒരു സമ്മാനം ഉണ്ട്. ഒരാൾക്ക് ഒരു പ്രസന്റ് ഉണ്ട്. അത് ഞങ്ങൾ ഷെയറിട്ട് കുടിച്ചോളാം. പ്രസന്റ് ഒന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് ജയിച്ചു തരാവോ? ജയിച്ചതാ, എന്നിട്ട് ഞാൻ പ്രസന്റ് തരാം. ഓക്കെ, വിട്ടുപ്പൊടി തട്ടിപ്പൊടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അവരവിടെ പിടിക്കാൻ ഫൗൾ 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 ഇടിക്കുന്നില്ല. പത്ത് സെക്കൻഡ് കൂടുതൽ കയ്യിൽ വെച്ചാൽ ഭർത്താവിനെ പോലും കാണാൻ കിട്ടില്ല. 10 സെക്കൻഡ്. ഓടിവാ 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 ഓടിവാ. എടി തട്ടിപ്പറിയുടെ പോയി നിനക്ക് അവരോട് നീ അവിടെ പോയി തട്ടിയെടുക്കാതെ. അത് തന്നെ ഡയാന. വെൽ പ്ലേഡ് അനു, ഗുഡ് ജോബ്. ഗോൾ. പക്ഷേ ഒരു സെക്കൻഡ്, ഒരു പോയിന്റ് എടുത്ത് പറയണം. കയ്യിൽ ഡൈസ് അല്ലെങ്കിൽ ബോൾ ഹോൾഡ് ചെയ്ത് വെക്കരുത്. 10 സെക്കൻഡിൽ കൂടുതൽ ഒരുവിധം മെജോറിറ്റി ആൾക്കാരും പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാളുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് ഇറുക്കി പിടിച്ച് അവരുടെ ചാൻസ് മിസ് ചെയ്യരുത്. അങ്ങനെ ബോഡി ടച്ചിങ്ങോ ഒരാളെ ഹോൾഡ് ചെയ്ത് വെക്കലോ ഇല്ല. ഓക്കെ, ഓടി കളിക്കണം. ഗോൾ പോസ്റ്റിന്റെ അവിടെ ഇങ്ങനെ ഇറുകി നിൽക്കരുത്. ബോൾ ഹോൾഡ് ചെയ്താൽ എല്ലാരും വാച്ച് കെട്ടി കളിക്കട്ടെ. 10 സെക്കൻഡ് നോക്കണം. സെക്കൻഡ് ഒരാളെ കൂടുതൽ ഗോൾ പോസ്റ്റിന്റെ അവിടെ നിൽക്കണം. ഒരാളെ നിൽക്കാവൂ. അനു ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. കൗണ്ട് ഡൗൺ. അതെന്ത് കളിയാത്? അത് ഭയങ്കരമായി പോയല്ലോ ആ ഹാസ്യം. എടി നീ എന്നാ കാണിച്ചേ? സെൽഫ് അടിച്ചതാ. 10 സെക്കൻഡ്. പണി കൊടുക്ക. 10 സെക്കൻഡ്. മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞ ഹോൾഡിങ് കൂടുതലാ. എങ്ങനെയുണ്ട്? എന്റെ ടീംസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. എന്റെ ടീമും ഇവിടെ എന്റെ ടീം നിന്റെ ടീം എന്നാക്കി ഞാൻ പൊതുവായിട്ടാ പറഞ്ഞേ. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. അയ്യോ കോപ്പി അടിച്ചു. അയ്യോ ഓടിവാ 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 ഓടിവാ. കൊടുക്ക്. ഓൾഡിയല്ലേ കൊടുക്ക.
10 സെക്കൻഡ് എന്ന് പറഞ്ഞു. അല്ല അനു മൃദുല 10 സെക്കൻഡ് പോലും ആയില്ല, ഒരു 2-3 സെക്കൻഡ് ആയി കാണും. 10 സെക്കൻഡിനുള്ള അനു ഓടിക്കൊണ്ടിട്ടു. ഫൗള് ഇല്ലല്ലേ? കോള. എന്നാ അടുത്ത കളി തുടങ്ങട്ടാ. പച്ചത്തവള Countdown, please. അതൊക്കെ ഓക്കെ. കൊണ്ടുവരുടെ മോളെ. റഫറി കളിക്കാം. 2-2. അല്ല 2-2. അനു അനു Okay, continue. Okay, countdown, please. അവളെ ശ്രദ്ധിച്ചേക്കണേ. മെസ്സി മെസ്സി ഡൈന കൊടുക്ക്. ഇട്ടോടുക്ക. സമ്മതിക്കരുത്. താളം കൊടുക്ക്, താളം കൊടുക്ക്. Okay, good job. 3-2 ആണ് ഇപ്പോഴത്തെ പോയിന്റ്സ്. ഹലോ യു ഗൈസ് ടേക്ക് റെസ്റ്റ് മൈ ഡിയേഴ്സ്. ഹലോ ഇറങ്ങ, ഹാഫ് ടൈം ആയി, ഇറങ്ങ. ഹലോ ഹായ്, കയ്യൊന്ന് മാറ്റിയ ക്യാമറയോട് എനിക്ക് ഹായ് പറയായിരുന്നു. ഹായ്. അപ്പൊ ഇനി നമ്മുടെ ചേട്ടന്മാരാണ് ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നത്. എന്താവും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ദയവ് ചെയ്ത് വയറും ബോളും തമ്മിൽ തെറ്റാതിരിക്കുക, മുട്ടാതിരിക്കുക. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഗെറ്റ് റെഡി. ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് ആരുടെ ടീമാ? യെസ്, ഈ ടീമാണ്, ഉല്ലാസേട്ടന്റെ ടീമാണ്. സോ ഓൾ ദി ബെസ്റ്റ്. നമ്മളെ വില കളയരുത്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉല്ലാസേട്ടന്റെ ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ ജാഫർക്കയുടെ ടീം അങ്ങനെ വേണം പറയാനായിട്ട്. ഹായ് വിൻസി. തോറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ടീം തോറ്റുകൊണ്ടിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. ബിനിച്ചേട്ടനൊന്ന് തൊടാൻ പോലും പറ്റില്ല കേട്ടോ, അങ്ങനത്തെ ഒരു പാസ്സായിരുന്നു അത്. ഓക്കെ, അഗൈൻ. അങ്ങനെയല്ല ചെയ്യുന്നത്. എടുത്തിട്ടോടും പതുക്കെ. അത് പക്ഷെ പോയിന്റ് അല്ല, കാലുകൊണ്ടായിരുന്നു. സോ പോയിന്റ് അല്ല. അവിടുന്ന് ബിൻചേട്ടൻ അവിടുന്ന് കണ്ടിന്യൂ. വെരി ഗുഡ് ടീമേ, ഗുഡ് ജോബ്. ഇപ്പോഴത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2-0 ആണ്.
ഈ റൗണ്ടില് ലൈക് ചേട്ടന്മാർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാ. കൗണ്ട് ഡൗൺ പ്ലീസ്. ഒരു സെക്കൻഡ്, രണ്ടുപേര് നിക്കലില്ല. അതെ, ഗോൾ പോസ്റ്റില് രണ്ടുപേര് നിക്കലില്ല കേട്ടോ. ഫൗളാണ്. റെഡി, 1 2 3. കേറി വാടാ. മാറണം. ഒരു പ്രാവശ്യം ഇട്ടിട്ട് Good Diana, good. Super. 3-0. Countdown please. അതന്നെ സംഭവം. കൊരങ്ങ. ഹലോ, ഒരാള് ഇവിടുന്ന് മാറിയേക്ക. ജിഷിൻ അവിടുന്ന് മാറിയേക്ക. ബോളാന്ന് തലയില പിടിച്ചത്. നാലാമത്തെ ഗോള്. ഈ ക്യാപ്റ്റൻ ഭയങ്കര തോൽവിയാണല്ലോ. നാലാമത്തെ അടിച്ചു. അല്ല 3 ഗോള് 4-ആയി. ഓക്കെ, തീർന്നില്ലേ? ഇതില് പക്ഷേ ഷിയാസിനെ ഉപദ്രവിച്ചത് കൊണ്ട്, ഷിയാസിനെ തട്ടിയിട്ടത് കൊണ്ടും ഒരു പോയിന്റ് ഓപ്പോസിറ്റ്. ഞാൻ ബോളിലാണ് ട്രൈ ചെയ്തത്. അല്ല, ബോളിലാണെങ്കിലും നീ ബോളാന്ന് വിചാരിച്ച് തലയ്ക്ക പിടിച്ചേ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഏത് ബോളാണ് പുള്ളി? അല്ല, നീ Countdown please. പിടിച്ച് തള്ളല്ലേ. എടാ, നീ എന്നാ കാണിച്ചേ? ഷിയാസ കേറി നിക്ക്. അവിടെ എത്തി. അതിനാ പരിപാടി. ഷിയാസേ, നിൽക്കാൻ പാടില്ല, അങ്ങനെ നിൽക്കാൻ പാടില്ല. ഒരാള് അമീൻ, ഒരാള്. അത് തന്നെ. Very good Diana. 4-1. Very good Diana. Good moves. ഇനി ഇത് കളിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം റിസൾട്ട് ഓൾറെഡി ഒരാൾ തലയിൽ കൈവച്ചിരിക്കണ കാണുമ്പോ തന്നെ വളരെയധികം റിവീൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എന്ത് തോന്നുന്നു വിൻസി? ആദ്യം വിൻസിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫ്രീ ആയിട്ട് മറ്റേ ഗോൾ കീപ്പർ പോലും ഇല്ലാത്ത ഗോൾ ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് അപ്പുറത്ത് കൊണ്ടേ കളഞ്ഞു. അതാണ് എൻ്റെ ടീം. വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് അമ്മീന്റെ ഒരു വലിയ കൈ കൊടുക്കണം. അമ്മീന്റെ പ്ലേക്ക് ഒരു വലിയ വിൻസെന്റ് ടീമും തോറ്റല്ലോ. വിൻസെന്റ് ടീമും തോറ്റല്ലോ. അയ്യേ, ഇത് നാണക്കേട്. നാണക്കേട്. ഇങ്ങനെയൊക്കെ പറയാമോ? തോറ്റാൽ ഞങ്ങൾ എന്തും പറയും. ഇങ്ങനല്ലോ. അങ്ങനെ എന്തും പറയാനൊന്നും പാടില്ല. ഒന്നാമത്തെ വട്ടൊന്നുമല്ലല്ലോ ഞങ്ങളുടെ ടീം തോക്കുന്നേ. ഒരു സെക്കൻഡ്, വിൻസി എന്താ പറഞ്ഞേ?
അല്ല അങ്ങനെ എന്തും പറയാനൊന്നും പറ്റില്ല. ഇത് അങ്ങനെ ആദ്യമായിട്ടൊന്നും എന്തും ഞങ്ങൾ അല്ല. പറയത്തില്ല, ചുമ്മാ അത് രസകരമായിട്ട്. ജിൻസി പറഞ്ഞതേ സമ്മാനങ്ങൾ വാരിക്കോരി, സമ്മാനങ്ങൾ വാരിക്കോരി, വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യട്ടെ. ഞങ്ങളുടെ കോച്ചും പോട്ടെ ഞങ്ങളുടെ ടീം ക്യാപ്റ്റനാണല്ലോ അത്. അപ്പുറത്തെ ടീമിലെ ക്യാപ്റ്റൻ എന്നാ പെർഫോമൻസ് അവർ കാണിച്ച് അവരെ എത്രമാത്രം ഉന്മേഷവാന്മാരെ കിട്ടാണ് അത് കളി കളിപ്പിച്ചത്, ജയിപ്പിച്ചത്. അവിടെ അനങ്ങാതിരുന്ന് ഉറങ്ങിയിട്ട് ഞങ്ങളും അങ്ങനെ ആയിപ്പോയി. ഈ ഗെയിമിന്റെ ആ ഒരു രീതിയിൽ ഒരുപാട് നിങ്ങൾ അറിയാതെ അറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് ഡയാന ആൻറ്റി.